ഹലോ. അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. എന്താണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ. ഞാൻ മുമ്പ് നമ്മള് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പിന്നെ ഞാൻ വാദപ്രതിവാദത്തിനോ അല്ലെങ്കിൽ വേറെ താങ്കളുടെ അറിവിലേക്കായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഉണർത്താൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. താങ്കൾ ഒരു നല്ല മനസ്സോടുകൂടി ഈ കാര്യങ്ങളിൽ ഒക്കെ ഇതിന്റെ കാര്യങ്ങളിൽ പറയുന്നത് ചിലതൊക്കെ ഈ പുതിയ ആളുകൾ, അതായത് പഴയ നമ്മുടെ ഉസ്താദുമാരും ആൾക്കാരൊക്കെ വളരെ സൂക്ഷ്മതയോട് ജീവിച്ചിരുന്നു. ഇപ്പൊ ഈ ആൾക്കാർക്ക് പല ഈ കാശ് വിടുകാനുള്ള പല ഏർപ്പാടുകളും ഉള്ളത് താങ്കൾ ഇപ്പൊ തുറന്നു കാട്ടിയപ്പോ അത് ഞാൻ കാണാറുണ്ട്. അത് റെക്കോർഡൊന്നുമില്ലല്ലോ, ഇത് റെക്കോർഡൊന്നുമില്ല. നമ്മളൊരു സല്ലി ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ്, റെക്കോർഡൊന്നും ചെയ്യണ്ട. റെക്കോർഡാണ്, നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ അതുകൊണ്ട് താങ്കൾ റെക്കോർഡാണോ? ആണ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഞാൻ കുറച്ച് മുമ്പ് ഞാനിപ്പോ ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്റെ മുൻകാല ഇതിൽ ഞാൻ കണ്ടമാനം വായന ഉള്ളതല്ല, ഇപ്പൊ വായിക്കണമൊന്നുമില്ല. അപ്പൊ ഈ ഹദീസിന്റെ കാര്യങ്ങളിലൊക്കെ ഞാൻ വായിച്ച ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഈ കുല്ലു തസ്ബീഹുൻ സദഖത്തുൻ കുല്ലു അംറുൻ ബിൽ മഅറൂഫ് സദഖത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായി? അതായത് നമ്മൾ ചെയ്യുന്ന ദിക്റുകളും നമ്മൾ ചെയ്യുന്ന നിങ്ങളിപ്പോ എന്തെങ്കിലും നല്ലൊരു കാര്യം ഉപദേശിച്ചാൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ തക്ബീർ ചെയ്യുക, അതൊക്കെ സദഖയായിട്ട് പിടിക്കപ്പെടുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അതൊരു പോയിന്റ് അത് നോട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം പറയട്ടെ. അംറുൻ ബിൽ മഅറൂഫില് ഈ ദിക്റുകൾ നമ്മൾ ചൊല്ലിയത് മറ്റുള്ളവർക്ക് സദഖ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടും എന്നുള്ളതിന് എന്താണ് നമ്മൾ തെളിവാക്കുന്നത്? അല്ല, സദഖ, അതായത് കുല്ലു സദഖ എന്ന് പറഞ്ഞ സാധാരണ നമ്മളൊരു ദാനം എന്നുള്ളതല്ലേ ഞാൻ മനസ്സിലാക്കി എന്താ പറയണത്. അതായത് സദഖ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു കാര്യം സദഖ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദാനം ചെയ്യുന്ന ധനം സദഖ ചെയ്യൽ സാധാരണയുള്ളൂ അല്ലേ? നിങ്ങളും ചെയ്തിട്ടുണ്ടാവും, ഞാനും ചെയ്തിട്ടുണ്ടാവും സദഖായിട്ട്. സദഖാത്ത് അല്ലാത്ത ആണ് സദഖ എന്ന് പറയണത് അല്ലേ? അത് എനിക്ക് മനസ്സിലായി. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു 10 ദിക്റ് ചൊല്ലിയാൽ അത് മറ്റാർക്കെങ്കിലും നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം സദഖായിട്ട് കൊടുത്താൽ അത് ചെയ്യില്ലേ? അത് പരിഗണിക്കപ്പെടൂലേ അയാൾക്ക് വേണ്ടി ചെയ്താൽ? നിങ്ങളെ പേര്? എന്റെ പേര് അബ്ദുൾ റഷീദ്. അബ്ദുൾ റഷീദ് സാഹിബേ, നമ്മള് ധനം കൊണ്ട് സദഖ ചെയ്യുമ്പോ, അല്ലെങ്കിൽ ധാന്യം കൊണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണ സാധനം കൊണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ട് സദഖ ചെയ്യുമ്പോ അത് ആ വ്യക്തിക്ക് അറിയാൻ കഴിയുന്നുണ്ട്, ആ വ്യക്തിയിലേക്ക് എത്തുന്നുണ്ട്. ആവശ്യക്കാരന് സദഖ ഇത് എത്തുന്നുണ്ടോ? ഇത് എത്തുന്നാണ് പറയുന്നത്. ഒന്ന് പറയട്ടെ. അതായത് നമ്മള് അംറുൻ ബിൽ മഅറൂഫ് എന്ന് പറയുന്നതിൽ ദാനം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിൽ ഒരുപാട് സൽപ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ അവിടെയുള്ളത് ഞാനിപ്പോ 10 ദിക്റ് ചൊല്ലിയാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മള് 10 ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നിശ്ചയിക്കേണ്ടവൻ അള്ളാഹു ആണ്. അതുപോലെ തന്നെ പറയട്ടെ, 10 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് എത്തിക്കുവാൻ മലക്കുത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നാ പറയണത്. നമുക്ക് അതിന്റെ കാരണമായിക്കൊണ്ട് 10 നന്മകൾ ഉയർത്തി എന്നുള്ള ഹദീസും ഉണ്ട്. എനിക്ക് മരണപ്പെട്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്റെ മയ്യത്ത് നിസ്കരിക്കുകയാണ്. അപ്പൊ നിൽക്കട്ടെ സാഹിബേ, മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നത് ദുആയാണ്. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കണേ, നിങ്ങൾ പറഞ്ഞൂടെ അയാൾ ചെയ്യുന്നതൊക്കെ അയാളുണ്ട്, പിന്നെ എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലേ? ഞാൻ ചോദിക്കണം. ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചാണത് വ്യാഖ്യാനിക്കുന്നത്. അല്ലല്ലോ, അല്ലാഹു എന്ന് പറയണമെന്ന് ആരെ പറഞ്ഞത്? അങ്ങനെ പറയണമെന്ന് ആരെ പഠിപ്പിച്ചതെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഞാൻ ചെയ്തത് എനിക്ക് ഉണ്ടാവൂല, പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് നിങ്ങൾ ഇതിലേക്കൊന്ന് വാ.
അതായത് അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് തുടങ്ങുന്ന ആ ഒരു ദുആ ചെയ്യണമെന്ന് ആരാണ് നമ്മെ പഠിപ്പിച്ചത്? നമ്മള് പഠിപ്പിച്ചത് നമ്മുടെ നമുക്ക് പറഞ്ഞു തന്നത്. അതെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, നമ്മളെ ചെല്ലുന്നു. അപ്പൊ അത് ചെല്ലുന്നത് അത് ചെയ്യാത്തൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി അത് വെറുതെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുവോ? ഇല്ല, ഇല്ലല്ലോ. ഇല്ല. അതാണ്. അപ്പൊ നമ്മൾ ചെയ്തത് കാര്യം അത് അവിടെ ചെയ്യുന്നത് കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി മരണപ്പെട്ട് കഴിഞ്ഞ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്ന അത് കിട്ടുന്നുള്ള നിലക്കല്ലേ നമ്മളോട് ഈ പറയാൻ പറയണത്. അല്ലാണ്ട് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് അയാൾ മരിക്കുന്ന ആളെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യാനല്ലല്ലോ. അത് കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങളും ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്ദുൾ റഷീദ് സാഹിബേ, നിങ്ങളിത് 2-3 ഐറ്റം ഒന്നാക്കിയിരിക്കുകയാണ്. അതായത് അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവോടാണ് ദുആ. അല്ലാഹുവോടാണ്. അള്ളാഹു ഈ ഹദീസ് പഠിപ്പിക്കാൻ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നമുക്ക് ഈ ഹദീസ് പഠിപ്പിക്കാൻ. ഈ ഹദീസിന്റെ നമ്പറും ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. അത് എന്തെങ്കിലും താങ്കൾ അന്വേഷിച്ച് നോക്കാം. ഞാൻ പറഞ്ഞുതരാം. അത് ഒരു റിവായത്ത് മാത്രമല്ല, പല റിവായത്തിലൂടെ വന്ന ഒരു ഹദീസാണ്. അതായത് എന്താണ് കുല്ലു തസ്ബീഹുൻ സദഖത്തുൻ കുല്ലു തക്ബീറുൻ സദഖത്തുൻ അംറുൻ ബിൽ മഅറൂഫ് സദഖത്തുൻ നഹ്യുൻ മുൻകർ സദഖത്തുൻ. അംറുൻ ബിൽ മഅറൂഫ് ആയത്തുണ്ട്, ഹദീസും ഉണ്ട്. ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അത് ഇതായിട്ടുള്ളതാണ്, ശരിക്കുള്ള വ്യക്തമായി കാണുന്നതാണ്. അപ്പൊ അത് ആരെ പഠിപ്പിച്ചത്? അബ്ദുൾ റഷീദ് സാഹിബ്, നിങ്ങൾ ഒരു 2 മിനിറ്റ് എനിക്ക് തരുമോ? ഇടയിൽ ഒന്നും പറയല്ലേ, എന്നിട്ട് നിങ്ങൾ എത്ര വേണേലും സംസാരിക്കാം. അതായത് അള്ളാഹുവിന്റെ ഹബീബ് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ നമ്മെ പഠിപ്പിച്ചു. അത് സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുമ്പോ ദുആ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ അത് പഠിപ്പിക്കുന്നത്. ഇതിലൊന്നൊരു സംശയമല്ല. ആ ദുആ അല്ലാഹുവോടുള്ള ദുആയാണ്. ആ ദുആക്ക് പ്രതിഫലം അല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ദുആ, ദീനിൽ അള്ളാഹുവിന്റെ ഹബീബ് ഒരു കാര്യവും സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നില്ല, വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അങ്ങനെ ആ ദുആ പഠിപ്പിച്ചത് നമ്മൾ ചെയ്യണം, ചൊല്ലണം. അതിൽ സംശയമല്ല. പറയണം. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ വെറുതെ നിരർത്ഥകമായി ചില വാക്യങ്ങൾ നമ്മളങ്ങനെ പഠിപ്പിക്കുവോ? ഇല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞു വെച്ചതില് ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ശരി, പറഞ്ഞോ. അപ്പോ ഇങ്ങനെ ഒരു കാര്യം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചാൽ അത് നമ്മൾ ചെയ്യണമെന്നാണ്. ഞാൻ ഖുർആനിനും സുന്നത്തിനും എതിരായിട്ട് ഒരു കാര്യവും ഇന്നേ വരെ എന്റെ വീഡിയോയിൽ എന്നല്ല പുറത്തും പറയാറില്ല. ഓൺലൈനിലും ഓഫ്ലൈനിലും പറയാറില്ല. മറ്റുള്ളവരെ നന്മയിലേക്ക് എന്തെങ്കിലും ഒരു ഭയമുണ്ടോ? ഞാനിത് പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞ വാദം പൊളിയും എന്നെന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു വരുന്ന ആ ഒരു കാര്യം പൊളിഞ്ഞു പോകുമെന്നൊരു ഭയമുണ്ടോ? ഞാനത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഭയമില്ല. നമ്മളിപ്പോ രണ്ടുകൂട്ടും പറഞ്ഞു ഞാനത് ഞാനീ പറയണത് തെറ്റാണെങ്കിൽ ഞാൻ തെറ്റാണെന്ന് സമ്മതിച്ചാൽ തീർന്നല്ലോ. പിന്നെ ഭയക്കണം എന്തിനാ? ശരി, എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കണം. ശരി. അപ്പോ ഈ ദുആ പഠിപ്പിച്ചു തന്ന റസൂലുള്ള പഠിപ്പിച്ചു തന്നു, നമ്മളത് ചൊല്ലുന്നുണ്ട്. ചൊല്ലണം എന്ന് പറയുന്ന ഒരാളാണ് ഞാനും താങ്കളും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു 10 ദിക്ർ ചൊല്ലിയിട്ട് ആ മയ്യത്തിന് നൽകണമെങ്കിൽ അതിന് ഇതേപോലെ റസൂലുള്ള പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ് വേണം. അതുണ്ടോ നിങ്ങളുടെ കയ്യില്? ആ ദുആ ചെയ്യാനുള്ള ഹദീസ് ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് ഇന്ന ഇതുകള് ഒരു കാര്യം ചെയ്തിട്ട് അത് എന്റെ വാപ്പാക്ക് അല്ലെങ്കിൽ എന്റെ വേറെ സുഹൃത്തിന് അതിന്റെ പ്രതിഫലം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ എന്ന് പറയാണ്. ആ പ്രതിഫലം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടാതിരിക്കാൻ അങ്ങനെ വല്ലതും ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ഹദീസ് ഉണ്ട്. ഏത് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പൊ എന്താണ് നേരത്തെ പറഞ്ഞ മാതിരി അയാൾ ചെയ്തത് അയാളെ 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത്? ഒന്ന് ജാരിയായ സദഖ ചെയ്യുക, അത് സന്താനങ്ങള്, പിന്നെ 2-3 കാര്യങ്ങൾ പറയുന്നത്. ആ ഹദീസ് തന്നെ നിങ്ങളിലിപ്പോ
സ്വാലിഹായ സന്താനങ്ങളുടെ ദുആ, ജാരിയായ സദഖ, നശിച്ചു പോകാത്ത നാഫിയായ ഇൽമ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ചോദിക്കുന്നത്, ഇപ്പോ നമ്മൾ 10 സ്വലാത്ത് ചൊല്ലിയാലോ അല്ലെങ്കിൽ 10 ദിക്ർ ചൊല്ലിയാലോ അല്ലെങ്കിൽ ഒരു ഖതം തീർത്താലോ അല്ലെങ്കിൽ ഒരു യാസീൻ ഓതിയാലോ അത് ഔസിൽ മിസ്ല സവാബിമാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അളീം എന്ന് പറയുന്നിടത്ത് പോലും ആ വാക്കിൽ പോലും കളങ്കമുണ്ട് എന്നുള്ളതാണ്. കളങ്കമുണ്ട്. എങ്ങനെ? അതായത് നമ്മള് എന്താണ് വസീലത്ത് ചെയ്യുക, അതായത് നമ്മള് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക അല്ല. അവിടെയുള്ള കളങ്കം ഇതാണ്, ഔസുൽ മിസ്ല സവാബ്. ഇതിന്റെ മിസ്ല സവാബിനെ, ഈ ഓതിയതിന്റെ മിസ്ല സവാബിനെ മിനൽ ഖുർആനിൽ അലീം, ഖുർആനിൽ നിന്നുള്ളത് അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഓതിയതല്ല, അല്ല ഖുർആനിൽ നിന്നുള്ള ഓതിയ ആ ഇതിനുള്ള മിസ്ല സവാബ് അവർക്ക് എത്തിക്കണേ എന്നാണ് പറയുന്നത്. ആ ഓതിയതല്ല, ആ ഓതിയത് പോലത്തെയാണ്. ആ ഓതിയത് അവർക്ക് അത് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വാദപ്രകാരം ഒരാളുടെ ഒരു ഖുർആനും വെറുതെ ഇരുന്ന് ഓതി, ഒരാൾ മയത്തിന്റെ പേരിൽ വെറുതെ ഖുർആൻ ഇരുന്ന് ഓതിയോ അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒന്നും ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ നിയത്ത് ചെയ്യണ് ഇന്ന ആൾക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടണേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പറയണ്, നമ്മൾ കൊടുക്കുകയാണ്. അത് അള്ളാഹുവിന് ചിലപ്പോൾ അത് പരിഗണിക്കാതെ നമുക്കറിയില്ല. എന്തായാലും പരിഗണിക്കാൻ പറ്റും, പരിഗണിക്കാൻ പറ്റില്ല. സദക്കയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഹദീസിൽ പറയുന്നത് സദക്കയാണെന്ന്. സദക്ക നമുക്ക് ഒരാൾക്ക് കൊടുക്കുക. നിങ്ങൾ ഇനിയിപ്പോ വേറൊരു കാര്യം ചെയ്യാം, നിങ്ങൾ വേറൊരാൾക്ക് കുറച്ച് ധനം കൊടുത്തു, അത് കൊടുത്തു, ഇതിന്റെ പ്രതിഫലം അല്ലാഹുവേ ഇന്ന ആൾക്ക് കൊടുക്കണേ എന്ന് ദ്വാരക്കുന്നു. ധനം ഇതിന് രണ്ടെണ്ണം. അത് ഉഹ്റവിയായ ഒരു കാര്യവും അല്ലാത്തതുമായി കൂട്ടിക്കുഴക്കലാണ്. അല്ലല്ലോ, അത് തെളിയിച്ചു. ഈ ഹദീസിനെ നിങ്ങൾ അത് ഉഖ്റവിയാണെന്ന് പറയുന്നത് എങ്ങനെ? പറഞ്ഞുതരാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരാള് ഒരു മയ്യത്തിന് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ട് അത് ഇർസൽ ചെയ്താൽ, ഹദിയ ചെയ്താൽ അവിടെ എത്തില്ല എന്നുള്ളതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ തെളിവ് തരാം. എത്തും എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ഹദീസ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഹദീസ് നമുക്ക് ഖുർആൻ മാത്രം പിടിക്കുക, ഹദീസ് മാത്രം പിടിക്കുക, അങ്ങനെയല്ല. ഖുർആനും അല്ല. ഇസ്ലാം എന്നുള്ളത് ഇസ്നാദുകളിലൂടെയാണ്. അത് പരിശുദ്ധ ഖുർആനും സ്വഹിഹായ ഹദീസും ഏകോപിച്ച കാര്യങ്ങൾ, ഇജ്മാ, ഖിയാസ് പോലെയുള്ള കാര്യങ്ങളിലൂടെ ചില ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ള അഭിപ്രായ വ്യത്യാസം അവിടെ നിൽക്കട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച കാര്യം അത് മെൻഷൻ ചെയ്തുകൊണ്ട് ഇമാമുന ഷാഫിഈ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുകയും അത് ഒരാൾ ചെയ്തതേ അവന് കിട്ടുള്ളൂ. നാം പറഞ്ഞത് ഞാൻ ഈ കണ്ടത് നിങ്ങൾ പറഞ്ഞ ഹദീസില് ഖുർആൻ ഓതിയിട്ട് കൂട്ടിക്കുഴച്ചെന്നാണ് താങ്കൾ പറയുന്നത്. നിങ്ങളാണ് പറഞ്ഞത്. അബ്ദുൾ റഷീദ് സാഹിബെ, നിങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ഒരു ദിക്ർ ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരു ആയത്ത് ചൊല്ലിയാൽ അല്ലെങ്കിൽ ഖത്തം തീർത്താൽ അല്ലെങ്കിൽ യാസീൻ ഓതിയാൽ ഫാത്തിഹ ഓതിയാൽ അത് മരിച്ചു പോയ ഒരാൾക്ക് ലഭിക്കും എന്നുള്ളതിന് നിങ്ങൾ പറയുന്നത് സ്വതക്ക ചെയ്താൽ ലഭിക്കും എന്നാണ്. സ്വതക്ക ചെയ്യാൻ അതന്നെ കൂട്ടിക്കുഴച്ചത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോ ഈ സ്വതക്ക ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലുണ്ട്, ഫിഅലുണ്ട്. ആ കൗലിലോ ഫിഅലിലോ ഒരു ദിക്ർ അത് ചൊല്ലിയിട്ട് ഒരു മയ്യത്തിന് വേണ്ടി സ്വതക്ക ചെയ്തത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? എനിക്കൊന്ന് പറയാൻ, അതായത് ഞാനിപ്പോ നിങ്ങളോട് ജയിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള TV അനൗൺസുകൾ റെക്കോർഡ് ചെയ്ത് അതിന് എന്റെ ജയം കാണിക്കാനോ ഞാൻ പറയുന്നതല്ല ഇതൊന്നും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അതൊന്നും കൂടി വ്യക്തമായി നിങ്ങൾക്ക് പഴയ കാലത്ത് നിങ്ങൾ ജാറുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്ന ആ കാലം ഉണ്ടല്ലോ, ആ കാലത്ത് ഉള്ള ഇതിൽ നമ്മൾ പഠിക്കുന്ന ജാറ് ആ ശരിയായ ഉസ്താദുമാര് നിങ്ങൾക്ക് ഉണ്ടാവും. ശരിയായ അന്നത്തെ നിങ്ങളുടെ ഇതിൽ എത്തിക്കുന്നുണ്ടവര്. അപ്പൊ അവരോട് ഒന്നുകൂടി താങ്കൾ എന്ത് ചെയ്യണം. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിപ്പോ ഒരു കാര്യം,
അല്ല, ഇത് തീർന്നിട്ട് വേറൊരു കാര്യത്തേക്ക് പോകാം. ഇത് കാര്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി. അത് ഞാനും ഓക്കെ, നമ്മളെ നമ്പർ ഉണ്ടല്ലോ, ഇനിയിപ്പോ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലത്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇത്രയും സമയം നിങ്ങൾ സംസാരിച്ചു. നിങ്ങൾ ഏത് പള്ളിയിലാ ജോലി ചെയ്തിരുന്നത്? പള്ളിയില്ല, എന്താ ഇഷ്ടം. അതായത് ഞാൻ പള്ളിയിൽ ജോലി അതൊന്നല്ല. ഞാൻ ഈ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഈ കണ്ടിരുന്ന ഈ ഹദീസില്ലേ, ഈ ഹദീസ് ഈ ഈ ഹദീസ് അടിസ്ഥാനമാക്കി പറയട്ടെ ഈ ഹദീസ് വിവരമൊക്കെ അടിസ്ഥാനമാക്കുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തുടങ്ങിയിട്ടാണ്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആദ്യം ജയിക്കാൻ വേണ്ടിട്ടല്ല, ജയം തോൽവി ഇല്ല ഇവിടെ. ഇത് അള്ളാന്റെ ദീനിന്റെ കാര്യമാണ്. ഇവിടെ തീരുമാനാക്കാം. ഇപ്പോ അബ്ദുൾ റഷീദ് സാഹിബ് ഉദ്ദേശിച്ച ഒരു ലെവലിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. അപ്പോ അബ്ദുൾ റഷീദ് സാഹിബ് പറയട്ടെ എനിക്ക് ക്ഷമയില്ല എന്നാണ് എല്ലാരും പറയാറുള്ളത്. എനിക്ക് ഭയങ്കര ക്ഷമയാണ്. എന്തുള്ളൂന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോ അത് തടസ്സപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യം പറയട്ടെ. താങ്കളുടെ പ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അബ്ദുൾ റഷീദ് സാഹിബ് പറഞ്ഞ ഹദീസ് അടിസ്ഥാനമാക്കിയിട്ട് ഏത് സ്വഹാബിയാണ് അമൽ ചെയ്തിട്ടുള്ളത്? അത് മതി. ഈ നിങ്ങളുടെ വാദത്തിനുള്ള ഒരു മിനിറ്റ്, അതും കൂടി നിങ്ങൾക്ക് എനിക്ക് ചോദിക്കാം. നിങ്ങൾ കാരണം ഉസ്താദുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് നിങ്ങൾ പക്വത വന്ന ഉസ്താദിനെ കണ്ടിട്ട് ചർച്ച ചെയ്യുമ്പോ ആ കാലത്ത് ഉസ്താദല്ല ഞാൻ പറഞ്ഞത് ഹദീസും ഇതൊക്കെ ഇത് കൈകാര്യം ചെയ്യുന്ന ഉസ്താദ്മാര് നിങ്ങൾക്കറിയാം. അവരായിട്ട് ഇത് സ്നേഹപൂർവ്വം നമുക്ക് ഇതില്ല, ഇന്നതാണ് ഇങ്ങനെ പറയുന്നത്. ഇത് ഞാനും താങ്കളുടെ അത്ര ഇതേ ഉള്ളൂ എനിക്ക് ആ വിഷയത്തിൽ. അപ്പൊ ഒന്ന് അത് കാര്യം നമുക്ക് വീണ്ടും ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം, തീരുമാനമായിട്ട് പോകാം. തീരുമാനമാക്കിയോ അബ്ദുൾ റഷീദ് ഈ വിഷയം ഇതൊക്കെ നമ്മളിപ്പോ രണ്ടു കൂടി പറയും തീരുമാനമാക്കി, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനമാക്കി, അല്ലെങ്കിൽ ഞാൻ തീരുമാനമാക്കി, അതുകൊണ്ട് ഇത് ചെയ്യാൻ പോകില്ലല്ലോ. ഞാൻ തീരുമാനമാക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തീരുമാനമാക്കാനുള്ള അടുത്ത ചാൻസിൽ നമുക്ക് അല്ല. താങ്കൾ പറഞ്ഞത് ഒരു ഹദീസ് അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ പറയട്ടെ. നിങ്ങളെന്തെങ്ങനെ നിങ്ങളെന്താ ഒരാള് സംസാരിക്കുമ്പോ സംസാരിക്കാൻ അനുവദിക്കാത്തത്? നിങ്ങൾ പള്ളിയിലൊക്കെ ജോലി ചെയ്തിരുന്ന സമയത്തും ഇങ്ങനെയാണോ? ഞാൻ പള്ളി ജോലി ചെയ്തിട്ടില്ല, ഞാൻ മിണ്ടാതില്ല. ശരി എന്നാൽ ശരി. ഇവിടെ സ്വഹാബത്തെ കിറാമാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസ് കേട്ടത്. ആ ഹദീസ് കേൾക്കുകയും അത് അടിസ്ഥാനമാക്കി അമൽ ചെയ്തുകൊണ്ട് ഏത് സ്വഹാബിക്ക് വേണ്ടിയിട്ടാണ് ഖുർആൻ ഓതിയിട്ട് മിസല സവാബിന് അയച്ചു കൊടുത്തത്? ഏത് സ്വഹാബിക്കാണ് ദിക്ർ ചൊല്ലിയിട്ട് അയച്ചു കൊടുത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ആരാണ് മയ്യത്തിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട്, ജനാസയുടെ അടുത്ത് ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതിയത്? ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അവിടെ പോയിട്ട് ഖുർആൻ ഓതിയത്? ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ. ഇത് നിങ്ങളുടെ വാദം പൊളിയാണ്. അതാണ് നിങ്ങൾക്ക് ക്ഷമയില്ലാത്തത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത് റെക്കോർഡാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്താണ് സദക്ക? ഈ ഖുർആൻ ഓതിയിട്ട് ഈ ഹദീസ് അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഏത് സ്വഹാബി അത് അടിസ്ഥാനമാക്കിയാണ് ഹിസ്റ്ററി അത് നീണ്ടാണ് നമ്മൾ എടുക്കേണ്ടതാണ്. എടുക്കാൻ ഉദ്ദേശിച്ചല്ല അതിന്റെ മാതിരി എടുക്കേണ്ടത്. അത് കിട്ടിയിട്ട് എനിക്ക് അത് ഉപകാരം, ബാക്കിയുള്ള എല്ലാ നമ്മളുടെ സഹോദരങ്ങൾക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ആക്കി രണ്ടാമത്തത് അല്ലല്ല, ഇത് തീരുമാനമായോ? ഇതിപ്പോ ഇങ്ങനെ ചെയ്യണം. ഏത് സഹാബിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? ശരി എനിക്ക് പറയാൻ പറ്റണ്ടേ? നമുക്ക് ആ ഹദീസ് അവിടെ മാറ്റിവെക്കാം, ആ ആയത്ത് അവിടെ മാറ്റിവെക്കാം. ഞാൻ പറയട്ടെ, 1,00,000 ചില്ലാനം
സ്വഹാബാക്കള് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്തുണ്ട്. ഞാൻ പറയട്ടെ നിങ്ങൾ അങ്ങനെ ജയിച്ചിട്ട് എന്നോ അല്ലെങ്കിൽ വേറെ സമൂഹത്തിനടുത്ത് ആരും ജയിച്ചു എന്നുള്ളത് തോൽവിയുടെയും കാര്യമല്ല. ഇത് ജേട്ടിന്റെയും തോൽവിയുടെയും കാര്യമല്ല. ലോകത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളിൽ ഒരാളെങ്കിലും ഈ ഒരു സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ എന്നുള്ളത് മാത്രമാണ്. സത്യം പറയാം. 100 സദക്കണ്ടായിക്കോട്ടെ, അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. അതൊക്കെ അംഗീകരിക്കാം. ഞാൻ ചോദിക്കട്ടെ ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കും. എനിക്കറിയില്ല. അപ്പൊ തഹലീൽ പറയല്ല ഇല്ല ഇല്ല സദക്കയാണെന്ന് പറയുന്നത്. അപ്പൊ ഈ സദക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ സദക്ക ദാനം. ഈ ദാനം ചെയ്യുന്നതിൽ ഇത് സംഭവം എന്ന് പറയും ഞാൻ പഠിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താങ്കള് അത് സദക്കല്ല അത് വേറെ വേറെ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ പിന്നെ ഞാൻ അംഗീകരിച്ചു. താങ്കൾ പറഞ്ഞത് അംഗീകരിച്ചു. ഇനി പറഞ്ഞോട്ടെ, ഏത് സ്വഹാബിയാണ് തഹ്ലീൽ ചൊല്ലിയിട്ടുള്ളത് മയ്യത്തിന്റെ പേരിൽ കേൾക്കുമ്പോ തിരിച്ചു പറയുന്നത്? നിങ്ങൾ ഇതിന് മറുപടി പറ. ഇതിന് മറുപടി പറ. ഏത് സ്വഹാബി അല്ലെങ്കിൽ താങ്കളുടെ പ്രായം ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ കട്ടിയത് കളയും. നിങ്ങൾ പറയുന്നത് കേൾക്ക് സാഹിബേ. ഏത് സ്വഹാബിയുടെ പേരിലാണ് തഹ്ലീൽ ചൊല്ലിയത്? ഇവിടെ 100 കൊല്ലം മുമ്പ് ആരുടെ പേരില? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനത് പറഞ്ഞുതരാന്നാ പറയുന്നത്. ഇത് വലിയ അഭിമാനിച്ചൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യം ഒരു സ്വതക്കയുടെ ഹദീസ് ഒന്നല്ല. അതിന് വേറെ ലൈഫായ ഹദീസ് ഉണ്ട്. നവവി ഇമാമ് ലൈഫ് ആണ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇതിന് തെളിവാക്കിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ കൊണ്ടുവരാറുണ്ട്. അത് ബാബു സലയിലാണ്. പറയട്ടെ, അത് നിസ്കാരത്തിന്റെ ഭാഗമായി കൊണ്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. ഇവിടെ കൂടുതലൊന്നും നമ്മൾ ഹദീസിലേക്കോ ആയത്തിലേക്കോ പോണ്ട. എല്ലാ ഹദീസിലും അയക്കാണ്ട് പോകാണ്ട് പറ്റില്ല. ഏത് സ്വഹാബിയാണ് തഹ്ലീൽ ചൊല്ലിയത്? മുൻമാതൃക ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാ കൊണ്ടുനടക്കുക? കൊണ്ടുവരണമെങ്കിൽ മുൻമാതൃക വേണം. അല്ലെങ്കിൽ ഫഹ്വ റദ്ദുൻ, അത് ബിദ്അത്താണ്. ഖുർആൻ ഓതിയിട്ട് അർസൽ ചെയ്തത്. നിങ്ങൾ അതൊക്കെ ചോദിച്ചു. നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് വേണ്ടേ എന്നെ പഠിപ്പിക്കാൻ വിളിക്കാൻ? രണ്ടാമത്തെ കാര്യം ഈ ഒന്നാമത്തെ കാര്യം, എന്നെ പഠിപ്പിക്കാൻ വിളിക്കുമ്പോ നിങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞ ഞാൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുമ്പിലേക്ക് വീട് ചെയ്യുന്നത് നിങ്ങളിതൊന്നും പറയുന്നത് കേൾക്ക്. നിങ്ങളിതൊന്നും പറയുന്നത് കേൾക്ക്. നിങ്ങൾ പറയുന്നത് കേൾക്ക്. ഒരു മിനിറ്റ് അല്ല, 10 മിനിറ്റ് ഞാൻ തരാം. നിങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങൾ പറയുന്നത് ദയവ് ചെയ്തിട്ട് കേൾക്ക്. എന്നെ പറയിക്കണില്ല. നിങ്ങൾ പറയിക്കുന്നതിന് മുമ്പേ എന്റെ ഫോണിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് വയലു പറയാനാണെങ്കിൽ എന്റെ ഫോണിലേക്ക് വിളിക്കണ്ടായിരുന്നു. ഒരു വോയിസ് ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതാണ് ഒരു സാമാന്യ മര്യാദ. പറയുന്നത് കേൾക്കാൻ നിങ്ങളിത് പറയും, എന്നിട്ട് പിന്നെ ഇതിന്റെ അടിയിൽ കയറിയിട്ട് ഇങ്ങനെ പറയാൻ അനുവദിക്കാതെ നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണയില്ലാത്ത അറിവില്ലാത്തൊരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ എന്തിനെന്നെ ഉപദേശിക്കാൻ ാണ്? അല്ല, തീരുമാനിച്ച് നിങ്ങളും ഞാനും ഈ സോഷ്യൽ മീഡിയയില് കുറെ കാര്യങ്ങൾ പറയുമ്പോ അതിനെ കുറിച്ച് ശരിക്കും വ്യക്തതയുള്ളത് കൊണ്ടാണ് പറയുന്നത്. വ്യക്തമാക്കണം. വ്യക്തമാക്കാൻ അനുവദിക്കുന്നില്ല നിങ്ങൾ. ഞാൻ എന്റെ വീഡിയോകളിലെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. അല്ല, ഞാൻ വ്യക്തമാക്കുമ്പോ നിങ്ങൾ പറയണത് ഏത് സഹാബിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതിന് ശേഷം മയ്യത്തിന് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്തത്? അറിയില്ല. ഏത് സ്വഹാബിക്ക് വേണ്ടിയിട്ടാണ് തഹ്ലീൽ ഓതിയിട്ട് ഹദിയ ചെയ്തത്? അറിയില്ല. ഏത് സ്വഹാബിക്ക് വേണ്ടിയിട്ടാണ് ബദർ ഓതിയത്, മങ്കൂസ് ഓതിയത്, അല്ലെങ്കിൽ ഷറഫുൽ അനാം ഓതിയത്, ജാലമുഹമ്മദ് ഓതിയത്, ബർസഞ്ചി ഓതിയത്? എല്ലാം ഇതിൽ പെടും. ഇനി സൂറത്ത് നജ്മ് 39-ാമത്തെ മരിച്ചാലല്ല യാസീൻ ഓതേണ്ടത്. മരിക്കാൻ കിടക്കുന്ന മരണാസന്നനായ വ്യക്തിയുടെ മരിച്ചതിന് ശേഷം ഓതാന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ തെളിവില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോളി. മരിച്ചാൽ ഓതാന് എവിടെയും ഒരു ഹദീസുമില്ല, ഒന്നുമില്ല. ആസാറു സ്വഹാബാക്കളുടെ ചര്യയിലുമില്ല. ഇതില്ലാതെ ഏതെങ്കിലും മൊയ്ലിയർ പറഞ്ഞത് ദീനിൽ തെളിവല്ല.
ശരി. അപ്പൊ അത് ഞാൻ സമ്മതിച്ചാൽ ഇപ്പൊ ഈ വിഷയം നിൽക്കാൻ പറ്റുമോ? അൽഹംദുലില്ലാ. അതായത് നിങ്ങളെ വാദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സമ്മതിക്കണ്ട, വാദത്തിന് വേണ്ടിയിട്ട് സമ്മതിക്കണ്ട. നിങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ ഓക്കെ. അല്ല സദക്ക ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇസ്തിഷ്വാന്റെ ഒരു പേരും പറഞ്ഞുകൊണ്ട് അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ നടക്കുന്ന മൊയ്ലിയാക്കന്മാരുടെ വാദവുമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ മൊയ്ലിയാക്കം ആരും വിളിക്കില്ലട്ടാ, വിളിക്കില്ല പഠിക്കില്ല. അതിന് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾ തങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ താങ്കളുടെ ഒരു അഭ്യുതകാംക്ഷിയാണ്, അറിയോ? അല്ല, അതിലൊന്നും കാര്യമല്ല. അഭ്യുതകാംക്ഷി എന്താണ് ഒരു കാര്യമല്ല. അതാ പറയാ. രണ്ടാമത്തെ പറയാം. രണ്ടാമത്തെ നിങ്ങള് മുമ്പ് ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഈ കഴിഞ്ഞ ദിവസം അടുത്താണ്. അപ്പൊ അതിന് നിങ്ങൾ പറയണത് വെച്ചാൽ ഒരു മുസ്ലിം ഇത് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഷെഹറിന് വേണ്ടിയുള്ള ഓതാൻ വേണ്ടി. അപ്പൊ വേറെ അപ്പൊ ആ വിഷയത്തിലാണ് ഇപ്പൊ ഞാൻ രണ്ടാമത്തെ പറയാൻ പോണത്. അതെങ്ങനെയാന്ന് വെച്ചാല് ഞാൻ മനസ്സിലാക്കിയത് ചിലപ്പോ തെറ്റാവാൻ ശരിയായിരിക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷെയർ ചെയ്തു. ആര് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പരിചാരകൻ ലബീബാണ് ചെയ്തത്. ശരി. ആ സംഭവം ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇതിന്റെ എഫക്ട് ഉണ്ടായപ്പോ അപ്പൊ അപ്പോഴാണ് ഇത് ഇറങ്ങിയത്. ഈ കുല്ലാഹു റബ്ബിൽ ഫലക്കും എന്നാണ് തെറ്റാവാൻ ശരിയാവാ. നിങ്ങൾ എനിക്ക് അറിയില്ല, ഞാൻ അതിലേ പറഞ്ഞ് എനിക്ക് കൂടുതൽ വിവരമില്ല. അതുകൊണ്ട് ഞാൻ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് താങ്കളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ താങ്കളോട് പറയണത്. കേൾക്കേ? അങ്ങനെ അതിൽ നിന്ന് അപ്പൊ നിങ്ങൾ വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നല്ലോ, അങ്ങനെയാണെങ്കിൽ വരൂലല്ലോ എന്നുള്ളതാണ്. വന്നപ്പോഴാണ് ഇത് ഈ സൂറത്തുകൾ ഉണ്ടായത്, അവതരിക്കുന്നത്. മനസ്സിലായ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറിയിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ ശൈത്താന് വേണ്ടിയിട്ട് ആയത്തുൽ കുർസി, അതേമാതിരി തന്നെ കുല്ലാഹു റബ്ബിലും കുല്ലാഹു റബ്ബിനാസും ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തുകളൊക്കെ എന്ന് പറയോ? അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പള്ളിയിൽ ജോലി പറഞ്ഞോളൂ. ഈ ശറയ്യായ റുഖിയ ഒരാളോട് നിർദ്ദേശിക്കുമ്പോ അതിന് താങ്കൾ പറയണേ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ഷെയർ വന്ന് ഇത് പിന്നെ ഇയാൾക്ക് വരൂല, ഇയാൾക്ക് അതുകൊണ്ട് ഫലം ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കാറ് ഞാൻ കേട്ടത്. അപ്പൊ അത് തെറ്റാണ്. നിങ്ങൾ ഒന്നും കൂടി ഉസ്താദുമാരായിട്ടുള്ള നിങ്ങൾ ഇടപഴകുകയും മാത്രം ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നോട് പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ധാരണ വേണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എന്നോട് ചോദിക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവണം. എന്തുകൊണ്ട് പറഞ്ഞു? ഓക്കെ, എവിടെ നിന്നാണ് നിങ്ങൾ എന്താണ്, എന്ത് സ്വഭാവമാണിത്? നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ വീട്ടിലും? മനുഷ്യർ സംസാരിക്കാൻ അനുവദിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ അതെല്ലാം മൂളി കേട്ടിട്ട് പിന്നെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ കടന്ന് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ കിടന്ന് കളക്കണേ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത് നിങ്ങളെ അല്ല ദർശനം പഠിപ്പിച്ചിരുന്നാണോ അങ്ങനെ? ഒരു മനുഷ്യനെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങനെ മാന്യതയില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ദർസിൽ പഠിപ്പിച്ചിരുന്നാണോ? എന്നെ തിരുത്തുവാൻ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഗാഹ്യമുണ്ടോ? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അറിവുണ്ടോ? ഈ വിഷയത്തിൽ സംശയം താങ്കളോട് പറയാൻ അനുവദിക്കേ. ഇവിടെ എവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹിർ ബാധിക്കുന്നു എന്ന് പറയുന്നത്? പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത് എവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്?
ഞാൻ പറഞ്ഞ മുഹമ്മദ് തൈനിയുടെ എന്നല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളോട് ഞാൻ ആദ്യമേ ചോദിച്ചു, നിങ്ങൾക്കിതില് വ്യക്തമായ ഈ വിഷയത്തിൽ ഒരു മാന്യത കാണിക്കുക. നിങ്ങൾ ഈ സമസ്ത മുസ്ലിയാക്കന്മാരെ പഠിപ്പിച്ചെന്ന സ്വഭാവം കാണിക്കില്ലേ? എനിക്ക് മാന്യതയില്ല. മാന്യത ഇല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് പോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാൻ അനുവദിക്കുക. ഈ വിഷയത്തിൽ വർഷങ്ങൾ പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ എന്റെ ചോദ്യം ചെയ്യേണ്ടത് എന്താണ്? പിന്നെ അത് പഠിച്ചിട്ട് വാ. ആ ഒരു മാന്യത കാണിക്ക്. നിങ്ങൾ ഇത് ചോദിക്കുമ്പോൾ സഹോദര സമസ്ത മുസ്ലിയാക്കന്മാര് പഠിപ്പിച്ചതെന്നാണോ നിങ്ങൾക്ക് ഇങ്ങനെ ക്ഷമയില്ലാത്ത ആളുകൾ പഠിപ്പിക്കാന്? നിങ്ങളെ ദർസിൽ പഠിപ്പിച്ചതാണോ? അതെ. എന്നാ അല്പനേരം ഇത് പറയട്ടെ. മുഹമ്മദ് തൈനി ആ പേര് പോലും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ ഫലക്കിന്റെ വന്നത്. നിങ്ങൾ ഒന്ന് പറയാൻ അനുവദിക്ക്. പറയാൻ അനുവദിക്ക്. പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സമ്മതിച്ചതുപോലെ ഒരു സാമാന്യ മനുഷ്യന്റെ, ഒരു മുസ്ലിമായ മനുഷ്യൻ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ മുഅവ്വിദത്തൈനിയും സൂറത്ത് മുഅവ്വിദത്തൈനി മാത്രമല്ല ഇഖ്ലാസും ഉണ്ട് ആ കൂട്ടത്തില്. ഇത് ഇറങ്ങിയത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ വന്നത്. ഞാൻ അപ്പം നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എത്ര കണ്ട് അറിവുണ്ട് എന്ന്. നിങ്ങൾ അതിന് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഇതിനെ കുറിച്ച് ഒരറിവുമില്ലാതെ എങ്ങനെയാണ് ഏതെങ്കിലും മൊയ്ലിയേരി എന്തെങ്കിലും കാടി കലക്കി തന്ന് കുടിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യാം? എന്നാൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീബിൻ അഹസം എന്ന് പറയുന്ന ഒരു ജൂതനാണ് റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തത് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അത് ഹിഷാമുബിന് ഉർവ, സുബൈർ ബിൻ അവ്വാമിന്റെ മകൻ, ഉർവയുടെ മകൻ ഹിഷാം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ 83-ാം വയസ്സിൽ അദ്ദേഹം താബിയാണ്. അദ്ദേഹം മൂന്നാമതും കൂഫയിൽ പോയി വന്നതിന് അല്ലെങ്കിൽ ഇറാഖിൽ പോയി വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ള ആയിഷ ബീവി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പിതാവിലേക്ക് ചേർത്തി പറയുന്ന ഖബറഹാദായിട്ടുള്ള ഒരു ഹദീസിനെ കുറിച്ചാണ് ഈ പറയപ്പെട്ട സിഹിർ സംബന്ധമായ ഹദീസ്. ഇത് നടക്കുന്നത് മദീനത്താണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മക്കത്തിറങ്ങിയ മുഅവ്വിദത്തൈനി എങ്ങനെയാണ് മദീനത്ത് സംഭവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഹിറിന് കാരണമാവുന്നത്? പഠിച്ചിട്ട് വാ. അല്ല മക്കത്ത് വെച്ചോ ഈ സംഭവം പറ്റൂലേ? ഷെയറിന് പറ്റൂലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഷെയറല്ല, സിഹിർ. ശരി, ആ സാധനം ഇറങ്ങിയത് ഇതിന് പകരമായിട്ടാണെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഇതിന് പകരമായിട്ടല്ല, ഇതിനെ ഒരു മരുന്നായിട്ട്, ഇതിന് എന്താണ് പറയാ, അതിന് അലാജായിട്ട്, അലാജ് എന്ന് പറഞ്ഞ ചികിത്സ എന്നല്ലേ അർത്ഥം? എനിക്കറിയില്ല അതൊന്നും. എന്നിട്ട് അപ്പൊ എവിടെയാണ് ഇപ്പൊ ഇതിൽ കമന്റ് വന്നിരുന്നു, കുറെ ആളുകൾ പറഞ്ഞു ഈ സിഹിർ ബാധിച്ചപ്പോഴാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത്, ഈ സൂറത്തുകൾ ഇറങ്ങിയത് എന്ന് പറഞ്ഞു. സിഹിർ ഞാൻ അതിന്റെ അത് കേട്ടതാണ്. ആരെങ്കിലും പറയണ വിവരക്കേടും കുടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ വിവരം കേൾക്കാനാണ് ഞാൻ ഈ ക്ഷമ വേണം. ആദ്യം ക്ഷമയാരിഷ്ടം കുടിച്ചിട്ട് വരണം. ഈ 60 കഴിഞ്ഞാൽ 19 വരും. പക്ഷെ ഒരു മുസ്ലിമായ മനുഷ്യന് 80 വരില്ല. സാധാരണ മനുഷ്യർക്ക് പറയട്ടെ, നിങ്ങൾ എന്താ അങ്ങനെ പറയരുത്. എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ജയിച്ചിപ്പോ. ഇല്ല, ഞാൻ വിജയിച്ചിട്ടില്ല. ഞാൻ വിജയിക്കാൻ ഞാൻ എന്റേതായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാണ്ട് ഖുർആനും അല്ലാണ്ട് ഞാനൊന്നും പറയുന്നില്ല. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് കേൾക്ക്. എന്റേതായിട്ട് എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഞാൻ വിജയിക്കുന്നുള്ളൂ. നല്ല ഒരു വിശ്വാസത്തോടുകൂടി ഞാൻ പറഞ്ഞു, നിങ്ങളത് വ്യക്തമാവണം എന്നുള്ള ഒരു നെയ്യത്തെ എനിക്കുള്ളൂ, വേറെ ഒന്നുമില്ല. ആ നീയത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ മനസ്സ് കാണിക്കുമായിരുന്നു. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
സാഹിബേ നിങ്ങളിത് ഞാൻ ഇനിയിപ്പോ എത്ര പറഞ്ഞാലും നിങ്ങളിത് അംഗീകരിക്കാൻ പോകുന്നില്ല. മനസ്സിലായത് ഇത് മാത്രമേ ഞാന് ഈ സംഭവം എനിക്ക് ഈ സാറിന്റെ കാര്യങ്ങള് ഞാൻ എന്നും ഞാൻ എന്താ പറയാ ഞാൻ ചെയ്യുന്ന ആളാണ്. ഇത് താങ്കൾ അത് ചെയ്യണം. റബ്ബിന്നാസും ഈ മുഹമ്മദ് തൈരി സോറി അപ്പൊ ഈ മൂന്നും എന്താണ്? മുഹമ്മദ് തൈനി എന്ന് പറഞ്ഞാൽ അല്ല ഇത് ചെയ്യൽ എന്താണ്? ഇത് ചെയ്യലാ ചെറുക്കണോ? അല്ല എന്താണ് നിങ്ങൾ എന്നോട് ചെയ്യണമെന്ന് ഉപദേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യണം എന്താണെന്ന് അറിയണ്ടേ? ഞാനിത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ഈ വിഷയത്തിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ എന്ത് മനുഷ്യനാണ്? നിങ്ങൾ എന്ത് മനുഷ്യനാണ്? നിങ്ങൾ ആരെങ്കിലും വിളിച്ച് നിങ്ങളൊന്ന് പറയുന്നത് ഒരു സാമാന്യം ഞാൻ ഇത്രയും പറഞ്ഞു. ഈ ഒരു സമസ്തക്കാരുടെ സ്വഭാവം കാണിക്കല്ലേ നിങ്ങള്? എന്നാ അത് പറയരുത് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ കട്ട് ചെയ്ത് പോകുക. നിങ്ങൾ വയസ്സ് പറയാനാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ കട്ട് ചെയ്തോളാം. നിങ്ങൾ ഇതുപോലെയുള്ള വിവരക്കേടുകൾ പറയാനാണെങ്കിൽ എന്റെ ഇതേ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഇനി ഇതല്ലെങ്കിൽ 3 വാട്സപ്പ് നമ്പർ കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പർ കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ഡെയിലി ഇരുന്നിട്ട് വിവരക്കേടുകൾ വയസ്സ് പറഞ്ഞോളൂ. അല്ല നിങ്ങൾ ഈ പിണങ്ങേ പെടങ്കാന്ന് പറഞ്ഞപ്പോ നമ്മള് ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞു വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോ അതിന് സാമാന്യ മര്യാദകളുണ്ട്. എന്താണെന്നറിയോ? മര്യാദകേട് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യം അത് തന്നെ മര്യാദകേട്. ഒരാളേക്ക് വിളിച്ച് അയാളെ കുറിച്ച് അയാൾ ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ അത് അല്ല അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയാനുള്ള ഒരു സാമാന്യ സാവകാശം അത് ഒരു മനുഷ്യൻ സാധാരണ നോർമലി ഒരു ബുദ്ധിബോധമുള്ള മനുഷ്യൻ നൽകേണ്ടതാണ്. നിങ്ങൾ അതിനിടയ്ക്ക് ഇങ്ങനെ വയല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്കത് പറയാൻ കഴിയില്ല. ഒരു കാര്യമല്ല സാഹിബേ, നിങ്ങള് സത്യം അറിയാനാണെങ്കിൽ അറിവുള്ള ആളുകളെ അടുത്ത് പോയി പഠിക്കുക. അത് വേറൊരു കാര്യമുണ്ട്. ചില സത്യങ്ങള് നമ്മളിപ്പോ ഞാനായാലും നിങ്ങളായാലും അതായത് ചില മനസ്സിലാക്കി ഒന്നുകൂടി ഇതായിട്ട് മനസ്സിലാക്കുമ്പോ അതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ചില സാധനങ്ങൾ തീരെ നമുക്ക് കറക്റ്റായിട്ട് പറയാം. അത് ഇല്ലാത്ത തന്നെയാണ്. ഇപ്പൊ ഈ ഷെയറിന് ഇത് ഉപയോഗം ഇല്ലാന്ന് നിങ്ങൾ പറയണത്, ഇത് ഉപയോഗം ഉണ്ടെന്നാണ് ഞാൻ പറയണത്. അപ്പൊ ഞാനിപ്പോ പറയണത് എനിക്ക് വിവരം ഇല്ലാത്ത ആളോ വേണ്ടത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളും അത് ഒന്ന് വ്യക്തത വരുത്തണം. ഞാൻ വ്യക്തത വരുത്തണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൽ വ്യക്തത ഇല്ല എന്നല്ലേ താങ്കൾ പറയുന്നത്? അതെ. പറയട്ടെ, ഈ സിഹർ സംബന്ധമായിക്കൊണ്ട് എന്തെല്ലാമാണ് താങ്കൾക്ക് അറിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തിലാണ് സിഹർ ചെയ്തത്? ഈ കാര്യം കൊണ്ടാണ് സിഹർ പറയട്ടെ ദയവ് ചെയ്ത് ക്ഷമരീഹിക്കല്ലേ. ഈ ആയത്തുകൾ ചൊല്ലിയപ്പോഴാണ് സിഹർ പോയത് എന്നും പറയുന്നുണ്ട്. 7 കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കുളിക്കാൻ കൊടുത്ത ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയോ? പഠിച്ചിട്ട് വരണം. സിഹർ ആരാണ് ചെയ്തത്, എന്തിലാണ് ചെയ്തത് എന്നറിയോ? എന്തിലാണ് റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തത് എന്നറിയോ? കുളത്തിൽ കൊണ്ടിട്ട് പല സംഭവങ്ങളൊക്കെ ഉണ്ട്. കുളത്തിലല്ല, കിണറ്റില്, കിണറ്. അതിൽ എന്തിലാണ് ചെയ്തത് എന്നറിയോ? മുടി കെട്ടിട്ടോ? മുടി മാത്രമല്ല ഈന്തപ്പനയോലയുടെ തണ്ട് കൊണ്ടിട്ട് തീർപ്പ് കൊണ്ടുപോകാ. അല്ല വേറൊരു കാര്യമായിരുന്നു. ഈ ജൂതൻ ചക്കരയാണ് അദ്ദേഹത്തെ. അപ്പൊ ഇത്രയൊരു നല്ലൊരു സംഭവമാണ്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതനെ സ്വന്തം വീട്ടില് ഇത്രയും അടുത്ത ഇതിന് കൊടുത്തല്ലോ എന്നുള്ളൊരു കാര്യം പഠിക്കാനുണ്ടായത്. എന്താ നിങ്ങൾ പറയണത്? ഇതിനെ തീരുമാനാക്കി നിങ്ങൾ അങ്ങനെ ചാടിക്കളിക്കാൻ പറ്റൂല്ലോ. അങ്ങനെ ഇതിൽ പറയപ്പെട്ട കാര്യമാണ്. അതിനുശേഷം ലബീദ് ഇബ്നു അസം എന്ന് പറയുന്ന ആ ഒരു ചങ്ങായി ചെയ്തിട്ടുള്ള ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായിക്കൊണ്ട് കിണറ്റിക്കൊണ്ടുപോയിട്ട് ചീർപ്പിന്റെയും ഈന്തപ്പനോല തണ്ടിന്റെയും അതുപോലെ മുടിയുടെയും ആ ഒരു കാര്യത്തിന്റെ ഭാഗമായിക്കൊണ്ടാണോ അഭൗതികമായ നിലക്ക് റസൂലുള്ളാഹിക്ക് ചെയ്യാതെ? നിങ്ങൾ എന്ത് മനുഷ്യനാണ് നിങ്ങള്?
എന്ത് മനുഷ്യനാണ് നിങ്ങൾ? ഒരു മിനിറ്റ്, പറയാനല്ലോ മുഹമ്മദത്തേനി ഏതോ മൊയ്ലിയാര് പഠിപ്പിച്ചത് നിങ്ങൾ ചെല്ലിക്കോ. മൊയ്ലിയാരല്ല അത്, ഖുറാനിലുണ്ട്. അത് ഖുറാനില് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്നാണ് ഖുറാനിലുള്ളത്. മൊയ്ലിയാര് പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഖുറാനിലുള്ളതല്ലേ അത്? അതെ. മുഹമ്മദത്തേനി പഠിപ്പിച്ചത് എന്തിനാണ്? ഫാത്തിഹ പഠിപ്പിച്ചത് എന്തിനാണ്? പഠിപ്പിച്ചത് എന്തിനാണ്? ഇമ്രാൻ പഠിപ്പിച്ചത് എന്തിനാണ്? പറഞ്ഞോളി. എന്താണ് ഈ പറയുന്നത്? നിങ്ങളത് ചെയ്യണില്ലേ? നിങ്ങളത് ചെയ്യണം. നിങ്ങൾ ആദ്യം പോയിട്ട് ഒരു മനുഷ്യനോട് സംസാരിക്കാൻ പഠിച്ചിട്ട് പോവാം. നിങ്ങൾ എന്നെ ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനോട് സംസാരിക്കാൻ പഠിച്ചിട്ട് പോവാം. നിങ്ങളെ സഹോദരനാണ്, നിങ്ങളെ ഉപദേശിക്കുന്ന ഈ കാര്യങ്ങൾ വേറെ പലതും നമ്മൾ പറഞ്ഞു. അതൊന്നും ഞാൻ നിങ്ങളെ തെറ്റ് പറഞ്ഞില്ല. കാരണം അതൊക്കെ ശരിയായിരുന്നു. ഇവര് വെറുതെ ആളിട്ടിട്ട് കാശ് പിടുക്കാനൊക്കെയുള്ള പരിപാടികളുണ്ട്. അതിലൊന്നും ഞാൻ ഉപദേശിക്കാൻ വന്നിട്ടില്ല. പക്ഷെ ഇതെന്താ വെച്ചാൽ ഒരു വ്യക്തമായ 2 കാര്യങ്ങള്. അപ്പൊ എനിക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾ താങ്കൾ ഉപദേശിച്ചത്. അല്ലെങ്കിൽ ഞാനൊരു വലിയൊരു എനിക്ക് ഉപദേശിക്കണത് നിങ്ങൾ സലാം പറഞ്ഞ് കട്ട് ചെയ്തോ. ഞാൻ ഇങ്ങോട്ട് വിളിച്ച് നിങ്ങൾക്ക് അത് കട്ട് ചെയ്യാൻ അറിയില്ലേ? ഇത് എനിക്ക് എത്ര മിനിറ്റ് കൂടുതൽ കിട്ടുന്നു അത്രയും മിനിറ്റ് എനിക്ക് യൂട്യൂബിൽ ഇടാനുള്ള സാധനമാണ്. നിങ്ങൾ എന്ത് കരുതിയിട്ടാ വിളിച്ചേ? നിങ്ങൾ പഠിപ്പിച്ചു തരുന്ന രൂപം എന്താണെന്നുള്ളത് അതൊക്കെ താങ്കൾക്ക് തെറ്റായി എഴുതപ്പെടും. മൊയ്ലിയാക്കന്മാരെ കുതിക്കട്ടം പറയരുത്. വെറുതെ നല്ല മൊയ്ലിയാക്കന്മാരുണ്ട്, കള്ള മൊയ്ലിയാക്കന്മാരുണ്ട്. അതിന് നല്ല മൊയ്ലിയർ ഒന്നിനെ പറഞ്ഞാണി. ഒരു നല്ല മൊയ്ലിയർ പറഞ്ഞാണി. ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു വിചാരിച്ചോ? നിങ്ങൾ നല്ല മൊയ്ലിയരാ? ഞാൻ കള്ള മൊയ്ലിയാരല്ല. ഞാൻ കള്ള മൊയ്ലിയാരല്ല. നല്ല മൊയ്ലിയരാ? ഞാൻ നല്ല മൊയ്ലിയാരാണ്. നിങ്ങൾ ശരി, നിങ്ങൾ നല്ല മൊയ്ലിയരാണെന്ന് പറഞ്ഞു. നിങ്ങൾ നല്ല മൊയ്ലിയരല്ലേ? CM മടവൂരി എന്ന് പറയുന്ന ചിറ്റരിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മാനസിക രോഗത്തിന്റെ വിഭ്രാന്തിയിൽ അകപ്പെട്ട് ജീവിക്കുകയും ആ മാനസിക രോഗത്തിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്ത CM മടവൂരി എന്ന് പറയുന്ന ചിറ്റരിമേത്തൽ അബൂബക്കറിന് അള്ള കൊടുത്ത കൈകൊണ്ട് എന്തൊക്കെയാ നമ്മളിപ്പോ സഹായിക്കുക? നല്ല മൂല്യരെ എങ്ങനെ? അപ്പൊ നിങ്ങള് ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ ചോദിക്കാണ്. നിങ്ങൾ പോകണ്ട, നിങ്ങൾ തീരെ പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞതിന്റെ മുമ്പേ നിർത്തിയതാണല്ലോ. നിങ്ങൾ പറഞ്ഞതിന്റെ മുമ്പേ ചാർത്ത് പോക്കി ഞാൻ നിർത്തിക്കണേ. എന്ത് നിർത്താൻ അത് തെറ്റായിട്ട് നിങ്ങൾ പോകണ്ട. ചെറുക്കാണ്. ചെറുക്കാണെങ്കിൽ ചെറുക്ക് ജാതി പോയിട്ട് അവർക്ക് വേണ്ടി വരച്ചുണ്ട്. ഇല്ല, ഞാനത് പോയിട്ട് ഒരിക്കും വേണ്ടിയിട്ടും ഞാൻ വരക്കൂല. അതെന്ത്? എനിക്ക് എന്റെ വല്യപ്പൊക്കെ മരിച്ചതുണ്ട്. അതിന്റെ കബറിങ്ങ പോയിട്ട് ഞാൻ ഒലിക്ക് വേണ്ടിയിട്ട് കബറാളികൾക്ക് വേണ്ടി മൊത്തം വരക്കും. ഏതെങ്കിലും ഒരു പറയട്ടില്ലേ, അതിന്റെ അടിയിൽ കയറരുത്. ഏതെങ്കിലും തൽപര കക്ഷികൾ അവരുടെ ധനസമ്പാദനത്തിന് വേണ്ടി കെട്ടി ഉയർത്തിയ ഞാൻ വരക്കൂലെന്ന്. ഓക്കെ. അത് നിങ്ങൾ ഉപദേശിക്കാൻ തുടരുകയും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും വിളിക്കുമ്പോ അവർക്കെതിരെ ഒരു ആരോപണം പറഞ്ഞിട്ട് അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കില്ല. അതിരിക്കലില്ല. അതായത് ഇപ്പൊ ഒരു കാര്യം നമ്മൾ ഒരു ഐഡിയ വരുമ്പോൾ അത് വന്നുകൂടാണ്. അല്ലാണ്ട് ഞാൻ നിങ്ങളെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നുമല്ല സാഹിബേ. ഇത് ഇപ്പൊ ഈ പറയണതൊന്നും എന്തായാലും ആരും കേൾക്കൂല. അത് പോട്ടെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാം. നിർത്തി ആ വിഷയത്തിൽ പൊന്നു ഹബീബെ, ഞാനത് ശേഷവും കിടക്കുന്നതിന് മുമ്പേക്കെ ഞാൻ ചെയ്യുന്ന ആളാണ്. അതൊന്നും നിങ്ങൾ പറയണ്ട. ഈ മൊയ്ലിയാക്കന്മാര് വയല് പറയാൻ വേണ്ടിയിട്ട് എന്ത് ബടായിയും പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാണത്. പറയട്ടെ. അവിടെ EP അബൂബക്കർ കാസിമി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത് റസൂലുള്ള പഠിപ്പിച്ച് തന്ന മൗഇദത്തൈനി അദ്ദേഹത്തിന്റെ ശൈലിയിലാണ് പറഞ്ഞത്. അത് നിങ്ങൾക്കറിയോ? എണ്ണം 3 തവണ 3 തരത്തിൽ പറഞ്ഞ 3 വിധം ഉണ്ടല്ലോ. അതില് റസൂലുള്ള പഠിപ്പിച്ചു തന്ന ഒരു തരമേ ഉള്ളൂ.
പിന്നെ ഈ മുഅവ്വിദത്തൈനി എന്ന് പറയുന്ന കാര്യം അത് ഓതിയിട്ട് ഈ സിഹ്ർ എന്നും പറഞ്ഞിട്ട് അതിനൊക്കെ നമുക്ക് ചെയ്യാം. റസൂലുള്ളാഹിക്ക് സിഹ്റേറ്റു എന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾ കൊണ്ട് വരും. അത് എങ്ങനെയാണെന്നുള്ള തീരുമാനമാക്കിയിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അല്ല കേൾക്ക്, അത് ലോകത്തിന്റെ നായകനെ ലോകത്തിന്റെ നായകന് ഏതോ ജൂതിന് ഒരു മിനിറ്റ്, ലോകത്തിന്റെ നായകൻ എന്റെ കരളിന്റെ കഷ്ണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതോ ജൂതൻ പറയട്ടെ അബ്ദുറഷീദ് സാഹിബേ, നിങ്ങൾ പറഞ്ഞ ആ വാദം അത്ര ചെറുതല്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന് പറയുന്ന എന്റെ ഉമ്മയെക്കാളും എന്റെ വാപ്പയെക്കാളും എന്റെ മക്കളെക്കാളും എന്റെ ഭാര്യ സന്താനങ്ങളെ എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ സ്നേഹിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതോ ഒരു ജൂതൻ ചെക്കൻ എന്തോ ചെയ്തപ്പോ വട്ടായി എന്ന് പറയുന്ന വൃത്തികെട്ട വാദം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് അംഗീകരിക്കൂല. തെളിയിച്ചു തരണം, വിട്ടോളി. എന്ത് അതുകൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്നാ പറയണത്? എന്താണ് ബുദ്ധിമുട്ടുണ്ടായത്? അതെനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനെ കുറിച്ച് വർഷങ്ങളായിട്ട് പഠനം നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് എന്ത് ചെയ്യാ? നിങ്ങൾ എന്താ കരുതിയത്? ഒരു യൂട്യൂബും തുടങ്ങിയിട്ട് ഞാൻ എന്റെ വായ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണെന്നോ? ഖുർആനും ഹദീസിനും എതിരായിക്കൊണ്ട് ഞാനൊന്നും പറയാറില്ല. പഠിക്കാൻ നോക്കി. ശരി. അസ്സലാമു അലൈക്കും.